ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സമാധാനം ഇല്ലായ്മ അല്ലെങ്കിൽ മനസ്സമാധാനം എങ്ങനെ നമുക്ക് നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു ചെറിയ കാരണം അല്ലെങ്കിൽ ചെറിയൊരു ഘടകം മാത്രമേ ഇത് പറയുന്നുള്ളൂ. പൊതുവേ നമുക്ക് ഒരു സന്തോഷമില്ലായ്മയല്ല, ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ മൈൻഡിലുണ്ടാകുന്നത്. പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്കൊന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു ആലോചനയും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിന്താഗതിയായിരിക്കും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇതാണ് എന്നല്ല, അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഭൂതകാലം, പാസ്റ്റ്, അതിൽ നടന്ന നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച, അല്ലെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റാത്ത അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളതോ വിഷമിക്കുന്നതോ ദേഷ്യം വരുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വളരെയധികം കൂടുതലായിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്താഗതി അല്ലെങ്കിൽ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ആകുന്നു. അപ്പോൾ അതിനുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ്. നിങ്ങളോട് ഒരാൾ പറയുന്നു, കൈകൾ നീട്ടിപ്പിടിച്ച് കയ്യിൽ ഭാരമുള്ളൊരു വസ്തു പിടിക്കുക എന്നുള്ളത്. കൈ നീട്ടിപ്പിടിച്ചിട്ട് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ ഇതിൻ്റെ ദൈർഘ്യം കൂടുന്തോറും നിങ്ങൾക്ക് കൈക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അതായത് കൈ നീട്ടി വെച്ച് അതിനകത്ത് ഈ ഭാരം സൂക്ഷിക്കാനുള്ള ആ ഒരു ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കയ്യിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കും. എത്രത്തോളം നിങ്ങൾ കൂടുതൽ സമയം അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് കൈക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൈ പൂർണ്ണമായും നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കാരണം ഇത് സമയം പറയുന്നില്ല, എത്ര സമയത്തേക്കാണെന്ന് പറയുന്നില്ല, അൺലിമിറ്റഡ്. അപ്പോൾ അതിനുള്ള 2 ഇതാണ്. 1, കൈ നശിക്കും. 2, നിങ്ങൾക്കത് അവിടെ കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത ജോലിക്ക് പോകാം. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം കൂടുതൽ സമയം നിങ്ങളതിനെ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നു, അതിനെ മനസ്സിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം അത് നിങ്ങൾക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും നമ്മൾ വർത്തമാനകാലം, പ്രസൻറ്റ്, ആ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ എന്താണ് വേണ്ടത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. കഴിഞ്ഞത് എത്രത്തോളം നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ